ഒരു നിസ്സാര സംഗതിയല്ല. നമ്മൾ അനേക കുടുംബങ്ങളിലേക്ക് അനുഗ്രഹം ഉണ്ടാകാൻ നമുക്ക് കിട്ടിയ ദൈവാനുഭവം സമൂഹത്തിൻ്റെ മുമ്പിൽ സഭയിൽ ദൈവജനം ഒരുമിച്ച് കൂടുമ്പോൾ അത് വെളിപ്പെടുത്തണം. സങ്കീർത്തന പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ കർത്താവിന് അനുഗ്രഹം പ്രാപിച്ച ഒരു ദേവദാസൻ അദ്ദേഹത്തിൻ്റെ അനുഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവേ, അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല, എൻ്റെ നാവിനെ ഞാൻ അടക്കി നിർത്തിയില്ല. അങ്ങയുടെ അനുഗ്രഹങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒളിച്ചു വെച്ചില്ല. മഹാസഭയിൽ ഞാൻ അത് വിളിച്ചു പറഞ്ഞു. കർത്താവിൻ്റെ ജനം ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവിൻ്റെ സഭയിൽ യേശു നമുക്ക് ചെയ്ത കാര്യങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. ഉറക്കെ പറ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലത്തെ കാലമൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ കർത്താവ് തന്നു. പന്തലൊക്കെ വലുതാക്കി, കൂടുതൽ വലിയ പന്തലാക്കി, കൂടുതൽ കസേര, കൂടുതൽ സൗകര്യം, കൂടുതൽ ഫെസിലിറ്റീസ് എല്ലാം ഒരുക്കിയിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം 20,000 പേർക്കാണെങ്കിൽ ഇപ്പോൾ 40,000 പേർക്ക് അതേമാതിരി ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളും, കൺവെൻഷന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വരുന്നവരെ ടെൻഷൻ പഠിക്കേണ്ട എല്ലാവർക്കുമുള്ള ഇരിപ്പിടങ്ങളും സൗകര്യങ്ങളും ഇതിൻ്റെ പരിസരങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പന്തലിരിക്കുന്ന അനേകരട്ടി ആളുകൾക്ക് ഇരിക്കാൻ പുറത്തും സൗകര്യങ്ങൾ പുറത്ത് സ്കൂളിൻ്റെ അവിടെയും പരിസരത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്നവർ സമാധാനത്തിൽ വന്ന് ഒഴിവുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കി പുറകിലായിട്ട് ഒഴിവുള്ള സ്ഥലങ്ങളിലേക്ക് ഇരിക്കുക. സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, കസേരകൾ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും ടെൻഷൻ വേണ്ട, സമാധാനം. നിങ്ങൾ ഒഴിവുള്ള എവിടെയാണ് നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്നത് അവിടേക്ക് പോയി ഇരുന്നോളുക. ഇപ്പം ഈ സമയത്ത് സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു സ്റ്റേജിൻ്റെ പുറകിലേക്ക് വരിക. നമ്മളൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പാട്ടിൻ്റെ ലീഫ്ലെറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും, വേഗം കൈകളിലെടുക്കുക. അതുപോലെ പാട്ടിൻ്റെ ലീഫ്ലെറ്റിൽ നമ്മൾ രക്തക്കോട്ട എന്നൊരു പാട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോങ് ഷീറ്റിൽ 3-ാമത്തെ പാട്ടാണത്. രക്തക്കോട്ട എന്നുള്ള പാട്ട് സോങ് ഷീറ്റിൽ 3-ാമത്തെ പാട്ടാണ്. അത് നമ്മളിപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് എടുക്കാവോ? ആദ്യം അജയൻ സഹോദരൻ പാടും. നമ്മുടെ ഗാനശുശ്രൂഷയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് സജീവൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള അജയൻ എന്ന് പറഞ്ഞ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് അർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം എറണാകുളത്തൊരു ജോലിയിലായിരുന്നു. ഞാൻ പറഞ്ഞു, അജയ അച്ഛനോടെ പാടാൻ അച്ഛൻ നിന്നെ കർത്താവ് വിളിക്കുന്നു. അജയൻ രാത്രി ജോലി ഉപേക്ഷിച്ച് അങ്ങോട്ട് പോന്നു. അദ്ദേഹം പണ്ട് ചില ആളുകളെ വിളിച്ചപ്പോൾ ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ അതേമാതിരി അച്ഛൻ്റെ ജോലിയിൽ നിന്ന് ഈ അജയനങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. പിന്നെ തിരിഞ്ഞ് ലോകത്തിൻ്റെ ജോലികൾ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ഒരു മിനിറ്റ് ചിലവാക്കാൻ അദ്ദേഹം കൂട്ടാക്കിയിട്ട് മുഴുവൻ സമയം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ശുശ്രൂഷകർ വേഗം സോങ് ഷീറ്റ് ഇല്ലാത്തവർ കൊടുക്കുക. സോങ് ഷീറ്റ് ഇല്ലാത്തവർ ആരെങ്കിലും ഒന്ന് കൈയുറത്താമോ? സോങ് ഷീറ്റ് കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ എല്ലാവരുടെ തന്നെ ഉണ്ട്. 5-6 പേർക്ക് ഇല്ലാത്തവർ പെട്ടെന്ന് ബാക്കിയുള്ളവർ കൊടുക്കും. ഒന്ന് അജയനൊന്ന് പാടിക്കേ, അതിനുശേഷം നമ്മൾ പെട്ടെന്ന് പഠിക്കും. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തത്തിനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. ഹല്ലേലൂയ. നമുക്കതിൻ്റെ ട്യൂൺ ഏതാണ്ട് മനസ്സിലായി. നമുക്ക് സമയം കുറവായതുകൊണ്ട് വേഗം കട്ട് ചെയ്ത് നമ്മൾ മുമ്പോട്ട് കയറി പോവുകയാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? കോതമംഗലത്തുള്ള ആളുകൾ നന്നായിട്ട് സഹകരിക്കുന്ന ആളുകളാണ്. ഇന്ന് 2 ദിവസമായിട്ട് എല്ലാം മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് അധിക സമയം ഇങ്ങനെ കംപ്ലീറ്റ് പാടി നമ്മൾ അധികം പഠിക്കേണ്ട ആവശ്യമില്ല. 1-2 അതിൻ്റെ ട്യൂൺ കേട്ടാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്നുള്ളൂ. ഇനി നമ്മൾ ആദ്യത്തെ സ്റ്റാൻഡ് ഈ രണ്ടില്ല പാടും, പെട്ടെന്ന് നമുക്കൊന്ന് പഠിക്കാവുന്നുള്ളൂ. ഒന്ന് പഠിക്കേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരുരക്ത
രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം പാടാം. രക്തം രക്തം കർത്താവൊഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ കർത്താവൊഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ നഷ്ടങ്ങൾ മൂലം തെല്ലും പതറിൽ ഇനിമേലിൽ നഷ്ടങ്ങൾ മൂലം ഒരുമിച്ച് ഉറക്കെ കർത്താവൊഴുകിയതും മുന്നിൽ അത് അച്ഛൻ പറഞ്ഞുതരാം എല്ലാം മനസ്സിലായി. കർത്താവ് ഒഴികെ ഏതും അത്ര സംഗതി ഒന്നിച്ചങ്ങ് പറയണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതിയാണത്. അപ്പോൾ യേശു ഒഴി, അതായത് പൗലോസ് അപ്പോസ്തലനെ കണ്ടല്ലേ, പൗലോസ് അപ്പോസ്തലന് യേശുവിന് അനുഭവം വന്നപ്പോൾ മരണത്തെക്കുറിച്ച്, മരണത്തിനപ്പുറത്ത് പിതാവിൻ്റെ സന്നിധി ജീവിതത്തെക്കുറിച്ചെല്ലാം ബോധ്യം കിട്ടിയപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ലോകത്തിൻ്റെ എല്ലാ ബഹുമതികളും എല്ലാ സുഖസൗകര്യങ്ങളും ഉച്ചിഷ്ടം പോലെ ചപ്പും ചവറും പോലെ പൗലോസ് ലീഹ കണക്കാക്കി. ഹല്ലേലൂയ. അന്ന് പൗലോസ് ലീഹ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം ഉച്ചിഷ്ടമായി കണക്കാക്കിയോ അതെല്ലാം ഇന്ന് നമ്മൾ വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിൻ്റെ അനുഭവം അത്രയും കുറവുണ്ടെങ്കിൽ യേശുവിൻ്റെ അനുഭവം കുറവുള്ളതനുസരിച്ച് ഉച്ചിഷ്ടങ്ങളെല്ലാം കൂടെ കൂടി വാരി നമ്മൾ എടുക്കാൻ തുടങ്ങും. യേശുവിൻ്റെ അനുഭവം കൂടുന്നതനുസരിച്ച് ലോകത്തിൻ്റെ കാര്യം വളരെ മിനിമം ഉപയോഗിച്ച് ബാക്കിയെല്ലാം വിട്ടുകൊടുക്കും. അപ്പോൾ അടുത്തുള്ളവർക്കെല്ലാം വേഗം വേഗം വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ യേശുവിനെ സ്വന്തം, അപ്പോൾ ആ സ്വന്തമായി യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ലോകത്തിൻ്റെ ഒരുപാട് പേരും എല്ലാം ഉച്ചിഷ്ടം പോലെയാണ് കണക്കാക്കണം. അപ്പോൾ അതാണ് കർത്താവ് ഒഴികെ ഏതും ഉച്ചിഷ്ടം പോലെ. അതൊന്ന് ഉറക്കെ പറഞ്ഞേ, കർത്താവ് ഒഴികെ, അത് കുറച്ചും കൂടെ സ്പീഡിൽ പറഞ്ഞേ, കർത്താവ് ഒഴികെ ഏതും നഷ്ടങ്ങൾ മൂലം തെല്ലും പതറലിനും. ഒന്നും കൂടെ പാടിക്കേ, കർത്താവ് ഒഴികേതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ കർത്താവ് ഒഴികേതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ നഷ്ടങ്ങൾ മൂലം തെല്ലും പതറിൽ ഇനിമേലിൽ നഷ്ടങ്ങൾ മൂലം തെല്ലും പതറിൽ ഇനിമേലിൽ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് അത് പാടേണ്ടത്. എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഒന്ന് ഒരുമിച്ചൊന്ന് പാടിക്കേ, കർത്താവ് ഒഴികേതും മുന്നിൽ പ്രൈസ് ദി ലോർഡ്. അതെല്ലാം നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഇനി നമ്മൾ കൈയടിച്ചങ്ങ് പാടാൻ പോവാം. ഇനി രോഗങ്ങൾ മാറട്ടെ, അത് ബുദ്ധിമുട്ടില്ലാത്തതാണ്. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ, അതൊന്നും പഠിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ലൈനുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ കരങ്ങളടിച്ച് ഈ പാട്ടങ്ങ് പാടാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷമാണോ? നിങ്ങൾക്ക് സന്തോഷമാകുന്നതനുസരിച്ച് ചുറ്റുപാടെല്ലാം അന്തരീക്ഷം തെളിഞ്ഞ് വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ക്ഷീണമാണോ? പ്രൈസ് ദി ലോർഡ്. നല്ല തീഷ്ണമതികളായ ദൈവമക്കളെയാണ് കർത്താവോട് ഒരുമിച്ച് കൂട്ടിയത്. നമുക്ക് ഒരുമിച്ച് നന്നായിട്ട് കൈയൊന്നടിച്ച് നന്നായിട്ടൊന്ന് കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. അത് നന്നായിട്ടുണ്ട്. ഇനി പതുക്കെ ഇടത്തോടും വലത്തോടും കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഉഷാറായിട്ടുണ്ട്. ഇനി അച്ഛൻ പറഞ്ഞനുസരിച്ച് അങ്ങനെ നന്നായിട്ടുണ്ട് ചെയ്താൽ മതി. പ്രൈസ് ദി ലോർഡ്. പാടാം. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം. കർത്താവ് ഒഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ കർത്താവ് ഒഴുകിയതും മുന്നിൽ
ഉച്ചിഷ്ടം പോലെ നഷ്ടങ്ങൾ മൂലം തെല്ലും പതറലിനിമേലിൽ നഷ്ടങ്ങൾ മൂലം തെല്ലും പതറലിനിമേലിൽ കർത്താവൊഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ കർത്താവൊഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ നഷ്ടങ്ങൾ മൂലം തെല്ലും പതറലിനിമേലിൽ നഷ്ടങ്ങൾ മൂലം തെല്ലും പതറലിനിമേലിൽ രക്തക്കോട്ട തിരുരക്തക്കോട്ട രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം. എഴുന്നേറ്റ് നിന്ന് യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുത ശക്തിയെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ പീഡകൾ മാറുന്നു, യേശുവിന്റെ രക്തത്താൽ ഭാരങ്ങൾ നീങ്ങുന്നു, യേശുവിന്റെ രക്തത്താൽ രോഗങ്ങൾ നീങ്ങുന്നു, യേശുവിന്റെ രക്തത്താൽ ബാധകൾ ഒഴിയുന്നു, യേശുവിന്റെ രക്തത്താൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ, രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ, സൗഖ്യത്തിൽ ശക്തി എന്റെ ദേഹി നിറയട്ടെ, സൗഖ്യത്തിൽ ശക്തി എന്റെ ദേഹി നിറയട്ടെ, രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ, രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ, സൗഖ്യത്തിൽ ശക്തി എന്റെ ദേഹി നിറയട്ടെ, സൗഖ്യത്തിൽ ശക്തി എന്റെ ദേഹി നിറയട്ടെ. രക്തക്കോട്ട തിരുരക്തക്കോട്ട രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം. ഇടത്തോട്ടും വലത്തോട്ടും പതുക്കെ നനങ്ങി ഇടത്ത് വലത്തോട്ടേക്ക് നോക്കി ഒന്ന് സന്തോഷിച്ച് ഒന്ന് പുഞ്ചിരിച്ച് അടുത്തുള്ളവരേക്ക് നോക്കിക്കേ. കർത്താവൊഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ കർത്താവൊഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ നഷ്ടങ്ങൾ മൂലം തെല്ലും പതറലിനിമേലിൽ നഷ്ടങ്ങൾ മൂലം തെല്ലും പതറലിനിമേലിൽ കർത്താവൊഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ കർത്താവൊഴുകിയതും മുന്നിൽ ഉച്ചിഷ്ടം പോലെ നഷ്ടങ്ങൾ മൂലം തെല്ലും പതറലിനിമേലിൽ നഷ്ടങ്ങൾ മൂലം തെല്ലും പതറലിനിമേലിൽ രക്തക്കോട്ട തിരുരക്തക്കോട്ട രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശുവിനെ ഹൃദയത്തിൽ നിറയാൻ ആഗ്രഹിച്ച് ഉറക്കെ വിളിക്കുക യേശുവേ.
വംശങ്ങളിൽ യേശുവിന്റെ രക്തത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം കുടുംബങ്ങളിലേക്ക് അയക്കുന്നു, യേശുവിന്റെ അയക്കുന്നു, യേശുവിന്റെ തകർന്ന ജീവിതങ്ങളിലേക്ക് അയക്കുന്നു. കഠിന പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്നവരെ യേശുവിന്റെ രക്തം വെച്ച് വിടുവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സായാഹ്നത്തിൽ രണ്ട് കരങ്ങളിൽ ശിരസിലേക്ക് വെച്ച് തിരുരക്തത്തിന്റെ സംരക്ഷണം, തിരുരക്തത്തിന്റെ അത്ഭുത ശക്തി ഓരോ കോശങ്ങളിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുതമായൊരു ശക്തി ശരീരം മുഴുവനിലേക്കും നാഡീ ഞരമ്പുകളിലേക്ക് രക്തധമനികളിലേക്കും മാംസപേശികളിലേക്കും സന്ധി ബന്ധങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവേ. ഈ സമൂഹത്തിൽ ഇന്ന് യേശുവിന്റെ നാമത്തെ ഒരുമിച്ച് കൊണ്ടപ്പെട്ട ഈ സമൂഹത്തിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ ശരീരത്തിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ തിന്മയുടെ അരൂപികളുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിന്റെ അടിമത്ത ശക്തി ഉണ്ടെങ്കിൽ, തഴക്കദോഷത്തിന് അരൂപികളുണ്ടെങ്കിൽ, എല്ലാ ദുഷിച്ച പ്രകൃതം ഉണ്ടെങ്കിൽ, കോപ സ്വഭാവം ഉണ്ടെങ്കിൽ, സ്വയംഭോഗ പ്രകൃതം ഉണ്ടെങ്കിൽ, സ്വർഗഭോഗ സ്വഭാവം ഉണ്ടെങ്കിൽ, വ്യഭിചാരത്തിന് അടിമത്തം ഉണ്ടെങ്കിൽ, മദ്യപാന ആസക്തി ഉണ്ടെങ്കിൽ, ദുർസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ, മൂലപാപത്തിന്റെ അടിമത്തങ്ങൾ, മോചനാസക്തി, ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തങ്ങൾ, ദുരാസക്തികൾ ഈ ദൈവമക്കളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കട്ടെ. മനസ്സ് സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയ തലത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ മണ്ഡലങ്ങളിലേക്ക് യേശുവിന്റെ രക്തത്തിന് സൗഖ്യം വ്യാപരിക്കട്ടെ. എത്ര ചികിത്സിച്ചിട്ടും ഈ ശരീരത്തിലെ രോഗത്തിന് മെഡിസിൻ ഒരു സൗഖ്യമായി മാറുന്നില്ലെങ്കിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാത്ത, ചികിത്സ ഫലിക്കാത്ത രോഗങ്ങളിലേക്ക് യേശുവിന്റെ രക്തം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുനാമത്തിൽ വിട്ടുപോട്ടെ. കഞ്ചാവിന്റെ അടിമത്തം പകർന്നു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോട്ടറി എടുക്കുന്ന പ്രകൃതം യേശുനാമത്തിൽ വിട്ടു. യേശുവേ, കോപത്തിന്റെ ആധിപത്യങ്ങൾ, കോപപ്രകൃതി സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. അനേകം വ്യക്തികളിൽ എപ്പോഴും ഒരു മ്ലാനത, വിഷാദ രോഗം ഇതാ വിട്ടുമാറുന്നു, സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ തകർന്ന എന്നെ സഹായിക്കാൻ മാത്രം ആരുമില്ല, ഞാൻ മാത്രം എപ്പോഴും ദുഃഖത്തിന്റെ ഒരു പുത്രി, ദുഃഖത്തിന്റെ ഒരു മനുഷ്യൻ, ഇങ്ങനെ അനാഥത്വം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് ഈ ലോകത്തിൽ ആരുമില്ല, ഇങ്ങനെ ഒരു അനാഥത്വത്തിന്റെയും ഏകാന്തതയുടെയും പീഡ അനുഭവിക്കുന്ന ഈ സമൂഹത്തിലെ 400-ലധികം വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവിന്റെ ആത്മാവ് ശക്തമായി വ്യാപരിക്കുന്നു. അനാഥത്വത്തിന്റെയും ഏകാന്തതയുടെയും ദുഃഖം തളം കെട്ടിക്കുന്ന അവസ്ഥ മാറുന്നു, സൗഖ്യം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക തകർച്ചയിൽ ഏകദേശം 10 ലക്ഷത്തോളം കടബാധിതയുള്ള 2 കുടുംബങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുന്നു. കഴിഞ്ഞ നാളുകളിൽ ആത്മഹത്യക്ക് പോലും തീരുമാനമെടുത്ത കുടുംബത്തിന്റെ മീതെ ദൈവത്തിന്റെ കരം ഇടപെടുന്നു. ചെങ്കടലിനെ വിഭജിച്ച ദൈവം വഴിമുട്ടി നിൽക്കുന്ന ജീവിതത്തിന്റെ മുമ്പിൽ ഇടപെടുന്നതായി വെളിപ്പെടുന്നു. എത്ര രൂപ വീട്ടിൽ കൊണ്ടുവന്നാലും 1 രൂപ പോലും നീക്കിരിപ്പില്ലാത്ത അവസ്ഥയിൽ ചികിത്സിച്ച് മുഴുവനും തകർന്നുപോയ 14 കുടുംബങ്ങളിൽ കർത്താവിന്റെ കരം ഇടപെടുന്നു. രോഗത്തിന്റെ കെട്ടുകൾ അഴിയുന്നു, അത്ഭുത ശക്തി വ്യാപരിച്ചിറങ്ങുന്നതായി വെളിപ്പെടുന്നു. മദ്യം വീട്ടിൽ വാറ്റുകയും അത് കൊടുക്കുകയും ചെയ്യുന്ന 2 കുടുംബങ്ങളിൽ കർത്താവ് ഇടപെടുന്നു. അടിസ്ഥാനമാന്തര കൃപ കൊടുത്തുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുന്നു. കാട്ടുമൃഗങ്ങളുടെ ശല്യ നിമിത്തം മനസ്സ് മടുത്തിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ വേദന കർത്താവ് കാണുന്നു. ഇന്ന് തൊട്ട് ആ കോമ്പൗണ്ടിൽ നിന്ന് കാട്ടുമൃഗങ്ങൾ ഒഴിഞ്ഞു പോകുന്നതായി കർത്താവ് കാണിക്കുന്നു. ഏത് കൃഷി നടത്തിയാലും ഒരു പരുവം വരുമ്പോൾ
അത് വാടിപ്പോകുകയും ചില പുഴുക്കൾ വന്ന് നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന 4 കുടുംബങ്ങളുടെ കൃഷിനാശം വിട്ടുപോകുന്നു. ആ മണ്ണും കാലാവസ്ഥയും കർത്താവ് അനുഗ്രഹിച്ചുയർത്തുന്നതായി വെളിപ്പെടുന്നു. വലതുകരം ഉയർത്തി 2 തവണ ഉറക്കെ ഹല്ലേലൂയ പറയാം. ഇരിക്കാം. എല്ലാവരും ശാന്തമായിട്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തുടർന്ന് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് 1-2 പേരുടെ അനുഭവങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിലുള്ള ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പം അവിടെ വെറുതെ ഒരു ആശയങ്ങൾ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നത് പോലെയല്ല വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. അവിടെ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലുകളും സ്വർഗത്തിൻ്റെ സന്ദർശനവും അവിടെ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, അവർ ഓരോരുത്തരും അനുഭവങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പല പാഠങ്ങൾ, ദൈവരാജ്യ ദൂതുകൾ അതിൽ നിന്നുള്ള മനസ്സിലാക്കണം. ഇവരുടെ അനുഭവം ഒന്ന് ശ്രദ്ധിക്കുക. ഓരോരുത്തരും പറയുമ്പോൾ ഒരു ദൈവരാജ്യ ദൂതാണ് സമൂഹത്തിൽ വെളിപ്പെടുത്തപ്പെടുന്നത്. എൻ്റെ പേര് മഞ്ജു ഫിലിപ്പ്. ഞാൻ ആയവന ഇടവകയിൽ നിന്ന് വരുന്നു. വീട്ടുപേര് പൊട്ടമ്പുഴ. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായിരുന്നു. ഇതിനിടെ ഞാൻ 3 പ്രാവശ്യം പ്രഗ്നൻ്റ് ആവുകയും 2, 4, 5 മാസങ്ങളായി അബോർഷൻ ആവുകയും ചെയ്തു. അതിനുശേഷം ഞാൻ അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ ആദ്യ വെള്ളിയാഴ്ച ധ്യാനത്തിൽ കൺവെൻഷന് പങ്കെടുക്കുവാൻ സാധിച്ചു. അതിനുശേഷം എൻ്റെ സിസ്റ്റർ മേരി പൊട്ടമ്പഴയോട് കൂടി ഞാൻ ഒരാഴ്ച താമസിച്ചുള്ള ധ്യാനത്തിൽ കഴിഞ്ഞ മാസം 2010 ഒക്ടോബർ മാസത്തിൽ ഞാൻ അവിടെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തു. ആ ഡിസംബറിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 18-ന് ദൈവം ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ബഹ്റിനിലായിരുന്നു ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ ജോലി പോയിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡിന് വേറൊരു കമ്പനിയിൽ 3 മടങ്ങ് സാലറിയോടുകൂടി വിത്ത് ഫാമിലി വിസ അക്കോമഡേഷനോടുകൂടി ജോലി ശരിയായി. സാമ്പത്തിക മാന്യ നിമിത്തം ലോകത്തിൽ എല്ലാ സ്ഥലത്തു നിന്നും ആളുകളെ പിരിച്ചയച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 മടങ്ങ് സാലറി വർദ്ധിപ്പിച്ച് നൽകി എല്ലാ ഫെസിലിറ്റീസും, അക്കോമഡേഷനും, എയർ ടിക്കറ്റും, ട്രാൻസ്പോർട്ടേഷൻ, വാഹന സൗകര്യം എല്ലാം നൽകി നല്ല ഫെസിലിറ്റിയോടെ ഭർത്താവിന് പുതിയ ജോലിയും കൊടുത്ത് കർത്താവ് ഒരുപാട് പേര് അവിടെ നിന്ന് പെട്ടിയെടുത്ത് തൂക്കി ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. പക്ഷേ ഈ സഹോദരിയുടെ ഭർത്താവിനാകട്ടെ കർത്താവ് അവിടെ തന്നെ ഉയർന്ന ജോലി കൊടുത്ത് അനുഗ്രഹിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മക്കളുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു, എന്ത് ചെയ്യണം? ബൈബിളിൽ 50-ാം സങ്കീർത്തനത്തിൽ പഠിപ്പിച്ചിരിക്കുകയാണ്, അനർത്ഥകാലത്ത് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും, ഞാൻ അവനെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അനർത്ഥകാലം വരുമ്പോൾ നമ്മൾ വിളിച്ചപേക്ഷിക്കണം. നമ്മൾ ചുമ്മാ പൊങ്ങി ഇരുന്നിട്ട് അവസാനം കയറെവിടെ നോക്കിയാൽ പോരാ. നമ്മൾ ചെയ്യേണ്ടത് അനർത്ഥകാലത്ത് നമ്മൾ കർത്താവിനെ വിളിക്കാൻ പഠിക്കണം. അതിൻ്റെ പേര് 3 സുഹൃതങ്ങളെ കുറിച്ച് പറയുന്നത്. വിശ്വാസം, ശരണോവി. ഈ ശരണം അത് ദൈവിക സുഹൃതാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ദുഃഖം വരുമ്പോൾ ഇപ്പൊക്കെ സമാധാനങ്ങളുടെ എല്ലാം ആപത്ത് കാലത്താണ് തനി സ്വഭാവം അറിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവരുടെ ആപത്ത് കാലത്ത് ഞെരുക്കം, പ്രാർത്ഥിച്ചിട്ട് കാര്യം നടക്കുന്നില്ല, പല ബുദ്ധിമുട്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ദൈവത്തിലുള്ള ശരണം അവർ വർദ്ധിപ്പിച്ചെടുത്തു. ദൈവത്തിൽ ശരണപ്പെടുക നിസ്സാര സംഗതിയല്ല. ലോകത്തിൽ 10 ഏക്കർ എസ്റ്റേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ദൈവത്തിൽ ശരണം ഉണ്ടെങ്കിൽ അവൻ രക്ഷപ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ശരണം അത് വളരെ പ്രധാനപ്പെട്ട സുഹൃതമാണ്. ഹല്ലേലൂയ. ഇവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് നന്നായിട്ട് കൈയടിച്ച്, എൻ്റെ യേശു അവൻ ഓരോ വേദനിക്കുന്നവരോടും അരികത്ത് നിൽക്കുന്നു, ആരാധിക്കാം. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു.